ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദീസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു യാത്ര തന്നെയാണ് കേട്ടോ. അതും തമിഴ്നാട്ടിലേക്ക്, നമ്മുടെ തൂത്തുക്കുടിയിലേക്ക്. പക്ഷേ ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തിലകത്തിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ, ഫെബ്രുവരിയിൽ. അപ്പം കുറച്ച് സാരികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര. അപ്പം നമ്മൾ വിചാരിച്ചു തിരുനെൽവേലി, RMKV, പോത്തീസ്, അതല്ല തൂത്തുക്കുടിയിലും കുറച്ച് ടെക്സ്റ്റൈൽസുകളുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സാരികളെല്ലാം നമുക്ക് നോക്കി കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ മേടിക്കാമെന്ന് കരുതിയുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന്, കൊല്ലത്ത് നിന്ന്. തിലകമുണ്ട്, കൊച്ചണ്ണനുണ്ട്, സാറിൻ്റെ അമ്മയുണ്ട്, കവിതയുണ്ട്, ഞാനുണ്ട്. അപ്പം സാറും കീർത്തനയൊക്കെ അങ്ങ് തൂത്തുക്കുടിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ മനോഹരമായ തെന്മല വഴിയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പം തിലകത്തിൻ്റെ കാറിലാണ് കേട്ടോ യാത്ര. സൺറൂഫൊക്കെ ഉള്ള കാറാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം തെന്മലയുടെ സൗന്ദര്യം നമ്മൾ കാറിന് മുകളിലൂടെ കണ്ട് ഇങ്ങനെ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ തിലകൻ തന്നെയാണ് കേട്ടോ കാറ് ഓട്ടിച്ചിരുന്നത്. നല്ല എക്സ്പെർട്ടാണ് കേട്ടോ. 100-ലും 110-ലും ഒക്കെയാണ് കേട്ടോ പോക്ക്. ഈ പാലമാണ് 13.5 കിണറ പാലം. പണ്ട് ബ്രിട്ടീഷുകാർ ഇതിൻ്റെ മണ്ടയിൽ റെയിൽവേ ലൈനാണ്, ട്രെയിൻ പോണത്. 13.5 എന്നൊക്കെ പറഞ്ഞത് കണക്കുണ്ട്. ആരാതായതായിരിക്കും നടക്കുന്നതായിരിക്കും. മറ്റത് പാലിക്കണം. അമ്മ ഉറങ്ങുകയാണ്. ഇത് കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴും ഉണ്ട് ഈ വഴി അല്ലേ? തെന്മലയിൽ നമ്മൾ എവിടെ പോയിട്ടുണ്ടല്ലോ ഈ വഴി. ഇത് കാണുമ്പോൾ എല്ലാവർക്കൊക്കെ അറിയാം ഇവിടെ ആന്നൊക്കെ. പക്ഷെ എൻ്റെ വീഡിയോ കണ്ടാൽ രസമാണെന്ന് തോന്നുന്നില്ല. കാറിൽ കുറച്ച് സ്നാക്സുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കുറച്ചാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പം ഇതാണ് പപ്പടവട. ഈ പപ്പടവട നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പം ആ പപ്പടവടയിൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ കണ്ണ്. അപ്പം ഞാൻ അതാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തെങ്കാശിക്കടുത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം ഇറങ്ങി നിന്നു കേട്ടോ. അപ്പോൾ ദൂരെ കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കേട്ടോ, തെങ്കാശി വിശ്വനാഥ ക്ഷേത്രം. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി തിലകം കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ കാറിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളൊരു ചായ കുടിച്ചില്ല. അപ്പം നമ്മളിങ്ങനെ ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളിങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ സ്ഥിര സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വരൂ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തെങ്കാശി കഴിഞ്ഞിട്ട് ഉടനെ, അതായത് ബൈപ്പാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണ്ടേ ഉള്ളൊരു കടയാണ്. അന്നത്തെ കടയുടെ പേര് ലഡു എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കട പൊളിച്ചിട്ട് ഇപ്പം വേറെ ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പം ചായയും ഒരുപാട് കടിയും ഒക്കെ ഉള്ള ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ കയറി ചായയും പരിപ്പുവടയും ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് തെങ്കാശി തിരുനെൽവേലി ബൈപ്പാസാണ്. അപ്പോൾ ബൈപ്പാസിൻ്റെ പണിയൊക്കെ ഏറെക്കുറെയൊക്കെ തീർന്നിട്ടുണ്ട്. നല്ല അടിപൊളി റോഡാണ്. അപ്പം നമ്മുടെ കേരളത്തിലും ഈ NHൻ്റെ റോഡിൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പോകത്തൊക്കെ ഒത്തിരി റെഡിയാവും കേട്ടോ. അപ്പം നമ്മൾ പോയേക്കുന്നത് ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പം കവിതയും തിലകവും കൊച്ചണ്ണനും എല്ലാം ലീവ് എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്നിട്ടും അവരുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. ഓരോ കാര്യത്തിനും തിലകത്തിനെയും കവിതയെയും കൊച്ചണ്ണനെയൊക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും ബിസി ആയിരുന്നു കേട്ടോ എല്ലാവരും. ആ കാറ് പോയതുപോലെ നമ്മളങ്ങ് റൈറ്റിൽ കയറണേ. ടെമ്പോ അതല്ലേ, ഇനി ആ ടെമ്പോ കണക്ക് വളഞ്ഞിട്ട് ഇനി നമ്മൾ ഇടതോട്ടാണ് തിരിയേണ്ടത് അല്ലേ? ആ ടെമ്പോ കണക്കങ്ങ് പോയിക്കോ. അരങ്ങവി കണ്ട് നമുക്ക് പോയി വളച്ച് ഇവർക്ക് പാർക്കിംഗ് ഉണ്ടല്ലോ. എവിടെ ഇപ്പം പോകാനുള്ള? നേരെ പോയിട്ട് ഓപ്പോസിറ്റ് ഇതാ നിന്റെ അപ്പുറം വലത്. നമുക്ക് പോയി വളഞ്ഞു വരുന്നതിലേ നല്ലത്. അവരുടെ പാർക്കിംഗ് അകത്ത് ഇതൊക്കെ RMKV അങ്ങനെ സ്ഥിരമായി RMKV ഒക്കെ കാണുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഗെറ്റപ്പൊക്കെ ഇട്ട് RMKVയിലേക്ക് പോകാനുള്ള വഴിയെല്ലാം കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ RMKVക്കകത്തോട്ട് കയറിയിട്ട് ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങിയിട്ട് കൊച്ചണ്ണനും തിലകവും കൂടെ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ.
അപ്പോൾ അമ്മയെ ഞങ്ങൾ ആ ഒരു ലോണിലിരുത്തിയിട്ട് ഞങ്ങൾ സാരി എടുക്കാനായിട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പട്ട് സൈസിലുള്ള സാരികളാണ് വേണ്ടുന്നത്. ഭയങ്കര ആർഭാടമൊന്നുമുള്ളത് വേണ്ട, കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള സാരികളാണ് വേണ്ടുന്നത്. കാരണം അത്തമാർക്കും ചിത്തിമാർക്കും ഒക്കെ കൊടുക്കാനുള്ള സാരികളാണ് കല്യാണം വിളിക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം അതിനായിട്ടുള്ള സാരികളാണ് ഞങ്ങൾ എടുക്കാനായിട്ട് പോയത്. നല്ല തിരക്കാണ് കേട്ടോ, എപ്പോഴും അവിടെ തിരക്കാണ്. അങ്ങനെ നല്ല സാരികളായിരുന്നു കേട്ടോ, കാണാനൊക്കെ നല്ല അടിപൊളി സാരികളായിരുന്നു. പണ്ടൊക്കെ കുടുംബത്തിലെ ഒരു കല്യാണം വന്ന് കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും കേട്ടോ, മിക്കവാറും ആറങ്കേവിയിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. കൊച്ചണൻ്റെ കല്യാണത്തിനൊക്കെ ആറങ്കേവിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനൊക്കെ നമുക്ക് ഡ്രസ്സ് കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അതനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ വില നല്ല കൂടുതലാണ്. ഏകദേശം നമുക്ക് ഈ വിലയ്ക്കൊക്കെ തന്നെ നമുക്ക് നാട്ടിൽ നമുക്ക് സാരികളൊക്കെ കിട്ടും കേട്ടോ. അതുമല്ല ഇപ്പം നമുക്ക് നാട്ടിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു സാരി എടുപ്പിൻ്റെ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ നാട്ടിലുള്ള ജയലക്ഷ്മിയിലും പോത്തീസിലും ഒക്കെ ആൾക്കാർ പോയി തുടങ്ങി കേട്ടോ. അപ്പം ഈ ഒരു തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു പാറ്റേണും അതിൽ കൂടുതൽ സംഭവങ്ങളൊക്കെ ജയലക്ഷ്മിയിലൊക്കെ ഭയങ്കര വെറൈറ്റികളാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാഞ്ചീപുരത്തിൻ്റെ വിങ്ങാണ് കേട്ടോ. അപ്പോൾ കാഞ്ചീപുരത്തിൻ്റെ വിങ് വന്നപ്പം ഒരു അത്ഭുത കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. അതാ ഈ ഒരു സാരി. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ സാരിയാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു വർക്കിന് തന്നെ എത്രയോ രൂപ ആയതാണ്. ഇത് നെയ്തെടുത്തതാണ്, പട്ടിൽ നെയ്തെടുത്ത രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമാണ് കേട്ടോ. അപ്പം അത് അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. അപ്പം ഞങ്ങൾക്കത് കാണാനുള്ള ആ ഒരു ഭാഗ്യമുണ്ട്. കാരണം ഇതെന്തായാലും ഞങ്ങൾ മേടിക്കത്തില്ലല്ലോ. അപ്പം 1,00,000 രൂപയ്ക്കുള്ള സാരി ഉണ്ടെന്നൊന്നും നമ്മൾ കേട്ടിട്ടുള്ള അല്ലാതെ നമുക്ക് കണ്ടിട്ടില്ലല്ലോ. അത് കാണാനായിട്ട് പറ്റി. പവർലൂമിൽ ചെയ്യില്ല, ഹാൻഡ്ലൂമിൽ ചെയ്ത് ഇതുപോലത്തെ ട്രഡീഷണൽ ലൂമിൽ ചെയ്യുന്നതാണ്. ഈ സാരിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് 1980 നാഷണൽ അവാർഡ്. എങ്കിലും തിലകത്തിന് ഞങ്ങൾ കുറച്ചൊക്കെ പ്രലോഭിപ്പിച്ചു കേട്ടോ. പക്ഷേ ആ പ്രലോഭനത്തിനൊന്നും തിലകം വീണില്ല കേട്ടോ. അപ്പോൾ തിലകം ആ സാരി മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മിററിലൊക്കെ നോക്കി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ധാവണിയുടെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അപ്പം പൊതുവേ നമ്മുടെ തമിഴ്നാട്ടിൽ പല രീതിയിലുള്ള ധാവണികൾ നമ്മളെ കേരളത്തിനെക്കാട്ടി കുറച്ച് അധികം പാറ്റേണൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് നോക്കി, പക്ഷേ നമ്മൾ വാങ്ങിച്ചില്ല. നിരഞ്ജനയ്ക്കും കീർത്തനയ്ക്കുമാണ് നോക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ജ്വല്ലറിയുടെ സെക്ഷനിലേക്ക് ചെന്നു. അപ്പം നമ്മുടെ ഡ്രസ്സ് അനുസരിച്ചൊക്കെ ഉള്ള പല വിധത്തിലുള്ള ജ്വല്ലറികളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ അതും നമ്മൾ വിലയൊക്കെ നോക്കിയതേ ഉള്ളൂ, മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടി. അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സെക്ഷനിലേക്കും എല്ലാ വിങ്ങിലേക്കും, അതായത് കാർ പാർക്കിങ്, ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഈ ഒരു RMKVയുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത അവരുടെ അപ്പുറത്തൊരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ കയറി അവിടെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് തിരുനെൽവേലിയിൽ തന്നെയുള്ള ബുഹാരി എന്നുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത്. അപ്പോഴേക്കും ഉച്ചവരെ ഉള്ളായിരുന്നു കീർത്തനയ്ക്ക് കോളേജ്. അപ്പം കോളേജ് വിട്ടിട്ട് തൂത്തുക്കുളിയിൽ നിന്ന് കീർത്തനയും സാറും ഹനയും കൂടി തിരുനെൽവേലി നമ്മളുടെ ഈ ബുഹാരി ഹോട്ടലിലേക്ക് വന്നു. അപ്പം അവരും കൂടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, കഴിച്ചു. പിന്നെ ബുഹാരിയിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ പോയത് നമ്മളുടെ തിരുനെൽവേലിയുടെ സ്വന്തം പോത്തീസിലേക്കാണ്. അപ്പോൾ പോത്തീസിലേക്ക് പോയപ്പോഴത്തേക്കും ബാക്കിയുള്ള കുറേ സാരികളും കൂടെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പം നല്ല സാരികളാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പട്ട് സാരികൾക്ക് പണ്ടേ തമിഴ്നാട് ഭയങ്കര കേൾവിയാണ്. അപ്പം അങ്ങനെ കുറേ സാരികൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് സാരികളും കിട്ടി കേട്ടോ. അതുപോലെ ഇവിടുത്തെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഏകദേശം സാരികളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഹനക്കുട്ടി ഉറങ്ങിപ്പോയി കേട്ടോ. ഹനക്കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയി കേട്ടോ. അങ്ങനെ ഹനക്കുട്ടി ഉറങ്ങി. അപ്പം എല്ലാവർക്കും എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കും കൂടെയൊക്കെ ഉള്ള നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പൊതുവേ സാരി ഇപ്പം അത്ര ഉടുക്കാത്തത് കൊണ്ട് എനിക്ക് സാരി അത്ര നോക്കിയില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സെറ്റ് കണ്ടോ. അപ്പം ഇതാണ് കപ്പിൾ സെറ്റ് കേട്ടോ. അപ്പം ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള സാരിയും അതേപോലത്തെ ഒരേ കളറുള്ള സാരിയും ഷർട്ടും മുണ്ടും ഒക്കെയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് കേട്ടോ. 2000 സംതിങ് ആണ് എൻ്റെ വില. അത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, കൊള്ളാം, രസമുണ്ട് കേട്ടോ കാണാനും ഒക്കെ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇനി വരുന്നത് കാഞ്ചീപുരം സെക്ഷനിലേക്കാണ്, പോത്തീസിൻ്റെ കാഞ്ചീപുരത്തിലേക്ക് കേട്ടോ. അപ്പം കവിതയ്ക്കും തിലകത്തിനും ഒക്കെ നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് സാരികളൊക്കെ നോക്കി കേട്ടോ. 1-2 കളർ ചേഞ്ചൊക്കെ ആയിട്ട് അവർ ട്രൈ ചെയ്തു കേട്ടോ. അപ്പം എല്ലാം നല്ലതായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരെടുത്തു.
ഈ പറയുന്നത് പോലെ സാരി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര ഒരു വീക്ക്നെസ് അല്ലേ. അപ്പം എനിക്ക് സാരി കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹന ഉണർന്നു കേട്ടോ. അപ്പോൾ ഹന ഉണർന്ന് ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഹനയ്ക്ക് കുരുത്തക്കേടൊക്കെ തുടങ്ങി. ഹന ഓട്ടമായി, നമ്മളെ കയ്യിലൊന്നും ഇരിക്കാതായി, ഓടടാ ഓട്ടം, നമ്മൾ പിറക്കേ ഓട്ടം. അങ്ങനെ കുറേ സമയം അവൾ മുൾമുനയിൽ നിർത്തി കേട്ടോ. പിന്നെ അവളെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല, കാരണം അവൾക്ക് വല്ല ഇൻട്രസ്റ്റും വേണ്ടേ. നമ്മളുടെ ഇൻട്രസ്റ്റുകളൊന്നും അവൾക്കില്ലല്ലോ, അവൾക്ക് ഇതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ. ഓക്കെ, ഓടുന്നത് മാത്രമായി അവളുടെ ഇൻട്രസ്റ്റ്. പിന്നെ അവിടുത്തെ ആ ഒരു ഫാൻസി സെക്ഷനിൽ നിന്ന് കുറച്ച് ആൻറ്റിക്കിൻ്റെ കുറച്ച് മാലയും വളയൊക്കെ ഒന്ന് നോക്കി കുറച്ചൊക്കെ മേടിച്ചു. താറാവിനെ കാണിച്ചു കൊടുത്തേ. താറാവല്ലേ? അപ്പം രാത്രി നന്നേ ഇരുട്ടി. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ തൂത്തുക്കുടി തന്നെ ഒന്ന് കറങ്ങി നമ്മൾ ചെന്നൈ സിൽക്സിലേക്ക് വന്നു കേട്ടോ. അപ്പം കുറച്ച് സാരികളും കൂടെ എടുക്കണം. പിന്നെ നിരഞ്ജനിക്കും കീർത്തനയ്ക്കും ഒക്കെ ലാച്ച ലഹങ്ക എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെന്നൈ സിൽക്സ് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു സാരിയിൽ എൻ്റെ കണ്ണുടക്കി കേട്ടോ. അപ്പോഴും പിന്നെ തിലകമൊക്കെ പ്രോത്സാഹിപ്പിച്ചു, സാരി എടുക്കുന്നൊക്കെ പ്രോത്സാഹിപ്പിച്ചു, ഇഷ്ടമുള്ളത് എടുക്ക് അങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഞാൻ 1-2 സാരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് പൊതുവേ ഒരു കളർ അങ്ങനെ ഭയങ്കര കളറൊന്നും ചേരത്തില്ല, എന്നാലും 1-2 കളറൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാരി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാനൊന്ന് കുറച്ച് സാരികളൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു, അതൊന്ന് കാണിച്ചു തരാമേ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലെ സാരികളാണ്. അതിൻ്റെ തന്നെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുള്ള സാരികളാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അതാ ഈ ഒരു സാരിയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് അന്നേരം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നന്നായിട്ട് ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഏത് സാരിയാണ് കേട്ടോ എനിക്ക് യോജിച്ചു എന്ന് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കുടുംബത്തിലെ നമ്മുടെ അടുത്ത കല്യാണമാണ്. അപ്പോൾ ഈ കല്യാണത്തിന് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് അടിച്ച് പൊളിക്കാമെന്നൊക്കെ നമ്മൾ കരുതുന്നു. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം.